ആണെങ്കിൽ ഒരുത്തൻ്റെ വണ്ടി പിടിച്ചു വയ്ക്കുക, ആ പിടിച്ചു വെച്ചേക്കുന്ന വണ്ടി റെൻ്റ് കാറായിട്ട് കൊടുക്കുക. ശരിയല്ലേ ഞാൻ പറയുന്നത്? ആ ഫ്രണ്ടിന് ഞാൻ എൻ്റെ വണ്ടി ഓടിക്കാൻ കൊടുത്തു, അയാളെ പിടിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർക്ക് പണം പറ്റിക്കൊണ്ട് വണ്ടി കൊടുക്കുന്നതിനെ കുറിച്ച്. ഇപ്പോൾ ടാക്സി ഓടിക്കുന്നവർ അവർ നികുതി അടച്ചിട്ട് ടാട്ടോറിക്ഷ ഓടിക്കുന്നു, നികുതി അടച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അവരെ മണ്ടന്മാരാക്കിക്കൊണ്ട് നികുതി അടയ്ക്കാത്ത ചില ആളുകൾ ഇത്തരം വണ്ടികൾ ഓടിക്കാൻ കൊടുക്കുക, ഇതൊക്കെ തെറ്റാണ്. സാറേ, ഈ RC ഓണർ അല്ലാത്ത ഒരാൾ കാറോ മറ്റു വാഹനമോ ഓടിച്ചു കഴിഞ്ഞാൽ അത് റെൻ്റേ കാറായിട്ട് ഇതാക്കുന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. അത് സംബന്ധിച്ചൊരു RC ഓണർ അല്ലാത്ത ഇപ്പോൾ ഭാര്യയ്ക്ക് ഓടിക്കാം, മക്കൾക്ക് ഓടിക്കാം, അനിയൻ ഓടിക്കാം, ചേട്ടൻ ഓടിക്കാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ഈ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കരുത്, പരിപാടികൾ അനുവദിക്കില്ല എന്നാണ്. അതിന് ട്രാൻസ്പോർട്ട് കമ്മീഷൻ പറഞ്ഞത് ഭാര്യയുടെ വണ്ടി ഭർത്താവ് ഓടിച്ചാൽ അറസ്റ്റ് ചെയ്യുമെന്നും പിടിക്കുമെന്നൊന്നും അല്ല പറഞ്ഞത്. അത് തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകൾ. അങ്ങനെയല്ല എൻ്റെ കാരണം. ഇതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഫൈനാൻസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവരാരുടെയെങ്കിലും ഒരു വണ്ടി പൈസ കൊടുത്തിട്ട് പിടിച്ചു വാങ്ങിച്ച് വയ്ക്കും. പിടിച്ചു വാങ്ങിച്ച് വെച്ചിട്ട് നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കും. അവരതും കൊണ്ട് നടക്കും. അതിൽ ചാരായം കൊണ്ടുപോയി, കഞ്ചാവ് കൊണ്ടുപോയി, ഇങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ നടത്താം. അത്തരം കാര്യങ്ങൾ അനുവദിക്കത്തില്ല. നിങ്ങൾക്ക് റെൻ്റ് കാർ നടത്താമല്ലോ. 5, 6 എൻ്റെ വണ്ടി ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരും, അത് രജിസ്റ്റർ ചെയ്തിട്ട് ബ്ലാക്ക് ബോർഡ് വയ്ക്കാം.